സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുമ്പോണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കണ്ടുവരുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതായത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ ഒരു കാര്യമില്ലാതെ ഒരു കാരണവുമില്ലാതെ കൊന്നു തള്ളുകയാണ്. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കാമുവിൻ്റെ കൂടെ ജീവിക്കാൻ, അല്ലെങ്കിൽ ഭർത്താവായിട്ടുള്ള എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, ഇതിനൊക്കെ ഇവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ളതാണ്. അത് നിഷ്കരണം കൊല്ലുകയാണ്. അത് ഇത്ര മാസം ഉള്ളതെന്നോ ഇത്ര മാസം ആയ കുഞ്ഞാണെന്നോ ബുദ്ധി ഓർക്കാത്ത കുഞ്ഞാണെന്നോ ഒന്നുമില്ല. അതും ബ്രൂട്ടലായിട്ട് കൊല്ലുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മളൊരു ഒരു മൃഗത്തിന് കൊടുക്കുന്ന ഒരു കരുണ പോലും, ഒരു മൃഗം ആ കുഞ്ഞിൻ്റെ അടുത്ത് കാണിക്കുന്ന കരുണ പോലും കാണിക്കാത്ത ഒരു ക്രിമിനൽ മൈൻഡുള്ള കുറച്ച് ആളുകൾ സമൂഹത്തിൽ കൂടി വരികയാണ്. അത് എന്തിൻ്റെ ബേസിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണെന്നുള്ള കാര്യത്തിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഇടയായിട്ട് കണ്ടുവരുന്ന ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതരം സിറ്റുവേഷനാണ്. അപ്പോൾ ഈ കൊല്ലാൻ വേണ്ടിയിട്ട് തുനിയുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നിങ്ങൾക്ക് ആ കുഞ്ഞിനെ വേണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരുപാട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കുട്ടികളെ വളർത്താൻ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ആരെ ഏൽപ്പിക്കേണ്ടെന്നും കാര്യമില്ല. നിങ്ങൾ അതിൻ്റെ ആ സ്റ്റെപ്പിൻ്റെ മേലെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സേഫായിട്ടുള്ള ഒരു സ്ഥലത്തോ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കാണും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾക്ക് ജീവിക്കാനും പറ്റും. ആ കുഞ്ഞ് അവിടെ സേഫായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളെ ഇനി അങ്ങനെ ചെയ്യാൻ തോന്നാതിരിക്കട്ടെ. ഇനി അങ്ങനെ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ സ്വീകരിക്കും. നിങ്ങൾ കുഞ്ഞിനെ കൊന്നു തള്ളല്ലേ. ഇത് കാണുന്ന ഞങ്ങൾക്ക് ഭയങ്കര നമ്മുടെ എന്താ പറയുക, മെൻ്റലി നമുക്ക് ഭയങ്കര ഷോക്കാവണം. അത് കേരളം പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ ഭയങ്കര ഷോക്കാവും.